الحمد لله الحمد لله الذي خلق الإنسان من علق وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് പരിശുദ്ധ റമദാനിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസം നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരവസരമാണ്. അന്നിലക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ തന്നെ, അതിലുള്ള സതുപദേശങ്ങളെ ശരിയായ രൂപത്തിൽ തന്നെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതാണ്. അതിനുള്ള ഒരു തീവ്ര പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ സ്വയം പരിശീലനത്തിൻ്റെ ഒരു ഘട്ടം കൂടിയായി മാറണം റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ തത്വങ്ങൾ, അതിൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള വശങ്ങൾ, അതിൻ്റെ തത്വശാസ്ത്രപരമായ വശങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സാമൂഹ്യശാസ്ത്രപരമായ കാര്യങ്ങൾ. ഒരുപക്ഷെ അതിൽ സയൻസ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുള്ളൂ. ആ ഒരു വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും ഊഷ്മളമായ, ഏറ്റവും അർത്ഥവത്തായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ഖുതുബകളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. പ്രധാനമായും നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഒരു അധികാര വ്യവസ്ഥക്കകത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹു കൽപ്പിച്ച ഒരു ജനാധിപത്യ ജനായത്ത സ്വഭാവത്തിലല്ല, മറിച്ച് പൂർണ്ണമായും ഒരു പുരുഷാധിപത്യ മേൽക്കോയ്മ സ്വഭാവത്തിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളാണ്
കുടുംബജീവിതത്തിൽ നമ്മൾ പ്രധാനമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതല്ലാത്തതും കാണും. കൂടുതലായും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഒരുപക്ഷെ യുവതലമുറയിൽ നിന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട അവരുടെ നിസ്സംഗത, അതിനൊരു പരിധിവരെയുള്ള കാരണവും ഇപ്പറയുന്നൊരു പാട്രിയാർക്കൽ പ്രവണതയാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ ഇണ, നമ്മുടെ ഭാര്യ ആയാലും ഭർത്താവായാലും, ഭാര്യയാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു സേവിക അല്ലെങ്കിൽ ഒരു അടിമ എന്ന നിലക്ക് നമ്മുടെ ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളിലും ആ ഒരു മനോഭാവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ ഒരു എതിരാളിയായിട്ടും കാണരുത്. അവരെ എപ്പോഴും നമ്മൾ കാണേണ്ടത് ആസ് എ സോഴ്സ് ഓഫ് ഡീപ്പ് പീസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. വളരെ അഗാധമായ ഒരു ശാന്തിയുടെ ഉറവിടമായിട്ട്, അതോടൊപ്പം തന്നെ പരസ്പരം ആശ്രയവും ആശ്വാസവുമായിട്ട് കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ എപ്പോഴും അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ചില പേരുകൾ പോലും വെച്ചുകൊണ്ട് അതിനെ കാൽപ്പനികമായിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പേരുകളിലെ പ്രതീകാത്മകത, അതിൻ്റെ ഒരു സൗന്ദര്യം, ഹവ്വ എന്ന പേരിന്റെ മാനങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ ഹാജർ. അപ്പൊ ആ പേരുകളിൽ പോലുമുള്ള സൗന്ദര്യം, അതിലെ പാഠങ്ങൾ, അതോടൊപ്പം തന്നെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ ഒരു സമഗ്രമായ കാഴ്ചപ്പാട്, ശരീരത്തിൽ ആത്മീയത കണ്ടെത്തുന്ന, സാധാരണഗതിയിൽ പരമ്പരാഗതമായ അല്ലെങ്കിൽ ടിപ്പിക്കലായ ആത്മീയ സങ്കല്പങ്ങൾക്കെതിരാണ്. ശരീരത്തിനകത്ത് മുങ്ങുകയും ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന കാവ്യമൊക്കെ നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്ത മാത്രവുമല്ല, അതിൻ്റെ ഒരു മധ്യമപാതയെ സംബന്ധിച്ചും പറഞ്ഞു. ഒരു ഭാഗത്തുള്ള ശരീരപ്രധാനമായിട്ടുള്ള ഭൗതികത, മറുഭാഗത്തുള്ള ശരീരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുന്ന ഒരു ആത്മീയത. ഈ രണ്ട് പ്രവണതകളെയും യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ട് പ്രവണതകളിലും സ്ത്രീവിരുദ്ധത പ്രകടമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനുള്ള ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ശങ്കരന്റെ ഭജഗോവിന്ദം പറയുമ്പോൾ അവിടെ പെണ്ണ് ഒരു ടെംപ്ട്രസ്, ഒരു പ്രലോഭകയായിട്ടാണ് വരുന്നത് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന എന്തോ ഒന്നാണത്. അതുകൊണ്ടാണ് പറയുന്നത് കേവലം ഒരു മാംസക്കൂമ്പാരം മാത്രമാണത് എന്ന് നിങ്ങൾ മനസ്സി വിചിന്തയ വാരം വാരം അതങ്ങനെ അടിക്കടി ഓർത്തുകൊണ്ടേയിരിക്കണമെന്നാണ് ശങ്കരൻ പറഞ്ഞത്. ഇടയ്ക്കിടെ അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. പെണ്ണിനെ കാണുമ്പോൾ മാത്രമല്ല, കാണാത്തപ്പോഴും അങ്ങനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പ്രലോഭിപ്പിക്കുന്ന ഒരു ഭൗതിക വസ്തു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീ തരം താഴ്ത്തപ്പെടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരു മാംസക്കൂമ്പാരം മാത്രമാണ്, നത്തിങ് മോർ നത്തിങ് ലെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ കൂടുതലുമല്ല, അതിൽ കുറവുമല്ല. ഇതുപോലെ തന്നെ മറുഭാഗത്ത് ഭൗതികമായ വീക്ഷണത്തില് ഇപ്പോ വാത്സ്യായനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കാമസൂത്രങ്ങളെ കുറിച്ചും കാമശാസ്ത്രങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ഇന്ത്യയിലൊരു ആചാര്യനാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നായികാ സങ്കല്പങ്ങളുണ്ട്. ഇത് വളരെ സമഗ്രമാണ്. അതില് യഥാർത്ഥത്തിൽ പെണ്ണിനെ ഒരു വസ്തുവായി മാത്രമല്ല, ഒരു പേഴ്സണായിട്ട്, ഒരു ഇൻഡിവിജ്വലായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ആ വിശകലനം പൂർണ്ണമായും ഒരു പുരുഷ പരിപ്രേക്ഷ്യം സ്വീകരിച്ചിരിക്കുന്നു. അത് വാത്സ്യായൻ ഒരു പുരുഷനായതുകൊണ്ട് മാത്രമല്ല, അന്ന് നിലനിൽക്കുന്ന ഒരു പുരുഷ കേന്ദ്രിത, ഒരു ആൻഡ്രോസെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയും മനോഭാവവും കാരണമാണ് എന്നും തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവസ്ഥ അതിൽ നിന്ന് വല്ലാതെയൊന്നും ഭേദമല്ല അല്ലെങ്കിൽ വ്യത്യസ്തമല്ല എന്നും തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ കൂടുതൽ ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ പൊതുവായി ഈ ഒരു പുരുഷാധിപത്യ ഘടനക്കകത്ത് സ്ത്രീ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ആത്മീയ സിദ്ധാന്തങ്ങൾ എടുത്താലും ഭൗതിക സിദ്ധാന്തങ്ങൾ എടുത്താലും അതിൻ്റെയൊക്കെ കുഴപ്പം അതാണ് എന്നുള്ളത് കാണണം. ആത്മീയതയായാലും ഭൗതികതയായാലും
ഈ വ്യാഖ്യാനം എത്ര തന്നെ വൈകാരികാവസ്ഥകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴും ശരീര കേന്ദ്രിതം മാത്രമാണ്. അപ്പൊ അവളെ ഒരു ശരീരം മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളിൽ നിന്ന് ഭിന്നമായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അതുകൂടി യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതാണ്. കാരണം ഈ പാരസ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇണ ചിലപ്പോൾ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തുറന്ന് പറയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ സൂചിപ്പിച്ചു പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുക. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുർആന്റെ പാഠമനുസരിച്ച് എന്റെ ഇണ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അങ്ങനെയാണല്ലോ. മിൻ അംഫുസിക്കും അസ്വാജൻ, അതൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. മിൻ അംഫുസിക്കും അസ്വാജൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകൾ. അപ്പൊ ഞാൻ തന്നെയാണ്. സ്വാഭാവികമായ അവളുടെ അന്തസ്സ് എന്ന് പറയുന്നത് എനിക്ക് പ്രധാനമാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എന്റെ അന്തസ്സ് എന്ന് പറയുന്നത് എന്റെ ഭാര്യക്ക് വളരെ പ്രധാനമാവണം. എന്നിരിക്കെ ആ അന്തസ്സിനെ നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്റെ ഭാര്യയുടെ അന്തസ്സ് എന്ന് പറയുന്നത് എനിക്ക് പ്രധാനമാണെങ്കിൽ ഞാനെങ്ങനെയാണ് അവളെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവളോട് മോശമായ അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക? അത് അവളുടെ അന്തസ്സിനെ കെടുത്തുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കഷ്ടമാണ്. എന്തായാലും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നാമത് സ്പിരിച്വൽ ആയിട്ടും ഇന്റലക്ച്വൽ ആയിട്ടും. അതാണ് ഇവിടെ സൂചിപ്പിച്ചത് നേരത്തെ തന്നെ. മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹ, ഒരേ നഫ്സിൽ നിന്ന് നിങ്ങളെയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാകുന്നത് ആ ഒരു സ്പിരിച്വലും ഇന്റലക്ച്വലുമായിട്ടുള്ള ഒരു ഈക്വാലിറ്റിയാണ്. അതോടൊപ്പം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ഓതി വിശദീകരിച്ചൊരു ആയത്തുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്ന് പറഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്ത്രീകൾക്ക് വേണ്ടി പ്രവാചകനോട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ പുരുഷനെ അഡ്രസ് ചെയ്യുന്ന സ്വഭാവത്തിൽ സംസാരിക്കുന്നത്? അതിന്റെ കാരണം നമ്മളിവിടെ പറഞ്ഞത് സാധാരണഗതിയിൽ ഭാഷയിലുള്ള ഒരു പ്രത്യേകതയാണ്. പൊതുവായിട്ട് പറയുമ്പോൾ പുല്ലിംഗത്തിൽ, അതേതോ കാലത്ത് ഭാഷയിൽ രൂപപ്പെട്ടു പോയ ഒരു പുരുഷ മേൽക്കോയ്മ മാനസികാവസ്ഥയുടെ ഫലമായിരിക്കാം. അതിനെ നമുക്ക് മാറ്റാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നിലവിലുള്ള ഭാഷയിൽ ഖുർആൻ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ രീതികളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ സംസാരിക്കുക. പക്ഷെ ഇത്തരം ന്യായങ്ങൾ പറയുന്നതിന് പകരം ഈ ആയത്തിറങ്ങാണ് ചെയ്തത്. അവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശേഷണങ്ങളുടെ ഓരോ വിശേഷണത്തിലും പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർത്ത് പറയുന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്വാബിരീന വസ്വാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിലീന ഫുറൂജഹും വൽ ഹാഫിലാത്ത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്നിങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അലീമ. ഈ രണ്ടു കൂട്ടർക്കും അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് മഗ്ഫിറത്തും മഹത്തായ പ്രതിഫലവുമാണ് എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗം ഇകഴ്ത്തപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ടെംപ്ട്രസ് ആയിട്ട്, ഒരു പ്രലോഭന വസ്തുവായിട്ട് ഒരിക്കലും തന്നെ സ്ത്രീ പരിഗണിക്കപ്പെടുന്നുമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബഅ്ദുക്കും മിൻ ബഅദ്, അതൊക്കെ ഇവിടെ വിശദീകരിച്ചതാണ്, ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രണയം, അതുപോലെ കാമം, ദാമ്പത്യം മുതലായിട്ടുള്ള സംഗതികളിലൊക്കെയും സ്ത്രീകളുടെ നിർണയാവകാശം, അവരുടെ ഏജൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതും ഖുർആൻ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പാഠം ശരിയായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുരുഷപക്ഷ വ്യാഖ്യാനങ്ങളോ നമ്മുടെ പക്കൽ നിന്ന് അത്തരമില്ല ആ ഒരു ആധിപത്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നിലപാടുകളോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഈ ദാമ്പത്യം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നത്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, നിനക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും ഇണകളെയും മക്കളെയും നൽകിയിട്ടുമുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പറയും.
പ്രവാചകന്മാരുടെ ചര്യയാണ്. പ്രവാചകന്മാരുടെ ചര്യയിലാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. ഇതിന്റെ അനുബന്ധമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്ന് പറഞ്ഞാൽ എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഫമല്ലം യഅമൽ, എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് വിവാഹം. നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ആരെങ്കിലും എന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നില്ലെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പ്രായോഗിക വശത്തിലേക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതില് ഒരുപാട് ആളുകൾ ഏറ്റവും മെച്ചപ്പെട്ട മികച്ച ദാമ്പത്യ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 4 തത്വങ്ങൾ. അത് ഒന്ന്, ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ബി എ ഗുഡ് ലിസണർ, നന്നായിട്ട് കേൾക്കണം, പരസ്പരം നന്നായിട്ട് കേൾക്കണം. ഭാര്യമാര് പറയുന്നത് ഭർത്താക്കന്മാർ പ്രത്യേകിച്ചും നന്നായിട്ട് കേൾക്കണം. രണ്ടാമത്തെ പ്രധാന തത്വം എന്ന് പറയുന്നത് ബി സിൻസിയർ, വളരെ ആത്മാർത്ഥമായ, നിഷ്കപടമായ, നിഷ്കളങ്കമായ ഒരു ബന്ധമായിരിക്കണം പരസ്പരം വെച്ച് പുലർത്തേണ്ടത്. മൂന്നാമത്തെ തത്വം ഷോ ജെന്യൂയിൻ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. വളരെ ജെന്യൂയിൻ ആയിട്ടുള്ള, മൗലികമായിട്ടുള്ള ഒരു താല്പര്യം പങ്കാളിയുടെ കാര്യത്തിൽ ഉണ്ടാവണം. അത് ഒരിക്കലും കൃത്രിമമാവരുത്, മറ്റെന്തെങ്കിലും ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതുമാവരുത്. അത് വളരെ ജെന്യൂയിൻ ആയിരിക്കണം പങ്കാളിയുടെ കാര്യത്തിൽ നമുക്കുണ്ടാവുന്ന താല്പര്യങ്ങൾ. പിന്നെ നാലാമത്തെ തത്വം ബി കേർട്ടിയസ് എന്ന്, അങ്ങേയറ്റം മര്യാദാപൂർവ്വം പെരുമാറുകയും ചെയ്യണം. രണ്ടുപേരും പരസ്പരം മര്യാദാപൂർവ്വം പെരുമാറണം. അതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ, ഒന്ന് വികസിപ്പിച്ചാൽ, ഇവിടെ നമുക്ക് ഒരു പുസ്തകത്തെ അവലംബമാക്കാൻ വേണ്ടി പറ്റും. ഡെയിൽ കാർണഗി എന്നയാൾ എഴുതിയിട്ടുള്ള, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. പറയുന്ന വ്യക്തിത്വ വികാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബന്ധങ്ങളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങൾ പറയുമ്പോൾ അതിൽ ഈ മാരിറ്റൽ ലൈഫിനെ കുറിച്ച്, ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ചും പറയുന്നു. അദ്ദേഹം ഒരു 7 നിയമങ്ങൾ അവതരിപ്പിക്കണം. ആ നിയമങ്ങളെ ഖുർആന്റെ വെളിച്ചത്തിൽ തന്നെ വിലയിരുത്താനും പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഡു നോട്ട് നാഗ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് എക്സസീവ് കംപ്ലൈനിങ്, പരാതി പറയുന്നത് ഒഴിവാക്കുക. പരാതി പറയുന്നത് ഒഴിവാക്കുക, അധിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുള്ള ആയത്തിൽ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഫൈൻ കരീത്തുമൂഹുന്ന, നിങ്ങൾ അഥവാ നിങ്ങളുടെ ഇണകളോട് എന്തെങ്കിലും അർത്ഥത്തിലൊരു വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പെരുമാറ്റമോ സംസാരമോ നിങ്ങളെ മടുപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുകയും എന്നാൽ അതിൽ തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. ഇതൊരു വലിയ വർത്തമാനമാണ്. കാരണം നമുക്കുണ്ടാകുന്ന എല്ലാ വിദ്വേഷങ്ങളും വെറുപ്പുകളും വിയോജിപ്പുകളും അലിയിച്ചു കളയുന്ന, വളരെ മനഃശാസ്ത്രപരമായി, നിങ്ങൾക്കല്ലല്ലോ അറിയുക, അള്ളാഹുവിനല്ലേ അറിയുക. പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പെരുമാറ്റം, ഒരു സംസാരം നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്നതാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ആലോചിക്കണം. അതങ്ങനെയാണെങ്കിൽ പോലും അവളിൽ ഒരുപാട് നന്മകൾ, തിരിച്ചാണെങ്കിൽ അവനിൽ ഒരുപാട് നന്മകൾ എനിക്ക് വേണ്ടി പടച്ചതമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ടാകാം. അതാണ് കാണേണ്ടത് എന്നതാണ്. അതാണ് കാണേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായിട്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടനുബന്ധിച്ച് ഉപദേശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഒരു മുഅ്മിനത്തിനെ വെറുക്കരുത്. വിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷൻ വിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ വെറുക്കരുത്. അഥവാ അവരുടെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണെങ്കിൽ, അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണെങ്കിൽ, റളിയ മിൻഹ ആഖർ, മറ്റൊരു സംഗതി നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതുമായേക്കാം. മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകും. അതങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പരമാവധി യോജിക്കുവാനുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തുക എന്നാണ് പ്രവാചകൻ അവിടെ പറഞ്ഞത് എന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഡോണ്ട് ട്രൈ ടു മേക്ക് യുവർ പാർട്ട്ണർ ഓവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ, അവരെന്താണോ ആ സ്വഭാവത്തിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊന്നാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ സംബന്ധിച്ചൊരു സങ്കല്പമൊക്കെ ഉണ്ടാവാം. ആ സങ്കല്പമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ വിവാഹത്തിന് മുമ്പ് അവരെ പരിചയപ്പെടുകയോ അവരെ വീക്ഷിക്കുകയോ ഒക്കെ ചെയ്യുക. പക്ഷെ വിവാഹം കഴിയുന്നതോടുകൂടി നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ആ ഇഷ്ടത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ല വേണം.
മറിച്ച് അവരെന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം വിശാലമാക്കുകയാണ്. വേറെ തന്നെ ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ പോലും അവരുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, ആദരണീയമാണ്. അതിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ സാധാരണ ഇതുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള ആയത്തില് യാദമുസ്കുൻ അന്തവ സൗജുക്കൽ ജന്ന, നീയും നിന്റെ ഇണയും കൂടി ഈ തോട്ടത്തിൽ പ്രവേശിക്കുക, വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ ഇരുവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ഭുജിക്കുകയും ചെയ്യുക. അവിടെ അവരവരുടെ ഇഷ്ടം എന്നത് പടച്ച തമ്പുരാൻ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ നമുക്കും അത് പ്രധാനമായിരിക്കണം. ഞാൻ പറയുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ എന്ന് രണ്ടുപേരും കരുതാൻ പാടില്ല. എന്റെ ഭർത്താവ് ഞാൻ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണം എന്ന് ഒരു ഭാര്യ വിചാരിക്കുന്നത് തെറ്റാണ്, നേരെ തിരിച്ചും തെറ്റാണ്. അപ്പോൾ അവരെന്താണോ അതായിട്ട് കാണാനും അന്നലക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അവരെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഓരോരുത്തരിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ശേഷികളും നന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ വഴിയിലാണ് അവരെ മൊത്തം മനുഷ്യ സമൂഹത്തിനും ഈ മൊത്തം ലോകത്തിനും ഉപകാരപ്പെടുക എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ട്ണറെ അവരല്ലാത്ത മറ്റൊന്നാക്കി മാറ്റുവാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ. അവരെന്താണോ അതായിട്ട് തന്നെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് രണ്ടാമത്തെ തത്വം. മൂന്നാമത് ഡെയിൽ കാർനെഗി പറഞ്ഞ സംഗതി ഡോണ്ട് ക്രിട്ടിസൈസ് എന്നാണ്. വിമർശിക്കരുത്. ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റം പറയരുത് എന്ന് പറഞ്ഞതിന് സമാനമായിട്ട് വരുന്നു. ഡോണ്ട് ക്രിട്ടിസൈസ്. മുകളിൽ പറഞ്ഞ ആയത്തുകളൊക്കെ അതിന് തെളിവാണ്. അതോടൊപ്പം തന്നെ ഖുലൂ ലിന്നാസി ഹുസ്നൻ എന്നുള്ളത് ഒരു പൊതുവായ തത്വമാണ്. ആളുകളോട് നല്ലത് സംസാരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിയോജിപ്പുകൾ പറയാം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കാം, പക്ഷെ അതൊക്കെയും നല്ല രീതിയിലായിരിക്കണം. അത് വിമർശനത്തിന്റെ രീതിയിലാണെങ്കിലും പിന്നെ അത് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു സ്വഭാവത്തിൽ, അവരോടുള്ള ഗുണകാംക്ഷ പ്രകടമാകുന്ന സ്വഭാവത്തിൽ വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് ഖുർആൻ കൽപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് ഇണകൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും വലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇലൂഹുന്ന, അതങ്ങനെ നീട്ടിപ്പറയുമ്പോഴാണ് നമുക്ക് വേറെയും ചില അവകാശങ്ങളുണ്ട് എന്നൊക്കെ അങ്ങോട്ട് തോന്നുക. നിങ്ങളുടെ ഇണയിൽ നിന്നുള്ള നുഷൂസ്, അവരുടെ പിളർപ്പ് അല്ലെങ്കിൽ അവരുടെ ധിക്കാരം, അങ്ങനെ തന്നെ പറയണം. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ എന്നല്ല, അവരുടെ നുഷൂസ്, അവരിൽ നിന്നുണ്ടാകുന്ന പിളർപ്പ്, അവരിൽ നിന്നുണ്ടാകുന്ന ധിക്കാരം നിങ്ങളെ ഭയപ്പെടുത്തിയാൽ, ധിക്കാരം ഉണ്ടാവുകയും അത് നിങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് അവരെ സതുപദേശം ചെയ്യുക. അവരെ സതുപദേശം ചെയ്യുക. അത് ആൾക്കാരുടെ മുന്നിൽ വെച്ചാവരുത്, അത് വളരെ സ്വകാര്യമായിട്ട് തന്നെ പറയണം. കാരണം അവരുടെ അഭിമാനം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. എന്റെ പങ്കാളിയുടെ, എന്റെ ഇണയുടെ അഭിമാനം, അന്തസ് എന്ന് പറയുന്നത് എന്റെ കേവലം നിസ്സാരമായ സന്തോഷത്തിന് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് അത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. ഈ ഒരു സ്വഭാവത്തിൽ തന്നെ അവരോട് പെരുമാറുവാനാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതോട് ചേർത്ത് തന്നെ ഗിവ് ഓണസ്റ്റ് അപ്രീസിയേഷൻ എന്നും പറയുന്നുണ്ട് ഡെയിൽ കാർനെഗി. വളരെ ആത്മാർത്ഥമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നൽകുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ അംഗീകരിക്കുന്നതിന്റെ ഒരു ശരിക്കും അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഈഗോ പ്രവർത്തിക്കരുത്. ഞാൻ പങ്കാളിയെക്കാളും മുകളിലാണ് എന്നുള്ളൊരു ചിന്ത ഇതൊരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. സൗഹൃദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഏതൊരാളെയും കലവറയില്ലാതെ തുറന്ന് അഭിനന്ദിക്കുകയും അവരുടെ നന്മകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിൽ പ്രവാചകൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നന്ദി കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നന്ദി കാണിക്കണം, പടച്ചവനോട് നന്ദി കാണിക്കാൻ പറയുന്നുണ്ട്. അത് സൂറത്തുൻ നംലിൽ നമുക്ക് കാണാം. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. ആരാണോ നന്ദി കാണിക്കുന്നത് അത് അവന് വേണ്ടി തന്നെയാണ്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നതാണ്. ആ പറച്ചല് പടച്ചവനോടുള്ള ശുക്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അതേസമയം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു വർത്തമാനമുണ്ട്. മല്ലം യശ്കുരിൻ നാസല്ലം യശ്കുരില്ല. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവർ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടുക? മനുഷ്യരോടുള്ള ബാധ്യതകളും മര്യാദകളും ഒക്കെ നിറവേറ്റിയിട്ടാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നന്ദി കാണിക്കൽ എങ്ങനെയാണ്? അത് മനുഷ്യരോട് നന്ദി കാണിച്ചുകൊണ്ടാണ്, അവരോട് കൃതജ്ഞരായിക്കൊണ്ടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അങ്ങനെ നന്ദി കാണിക്കുമ്പോൾ ഏറ്റവും ശരിയായ ബാധ്യത ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാണ്. ഇവിടെ സൂചിപ്പിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പത്നി വല്ലാതെ ആക്ഷേപിച്ച ഒരു സംഭവം. പത്നി ആക്ഷേപിക്കുന്നതായിട്ട് ഒരു ദാമ്പത്യ പ്രശ്നമായിട്ട് ഒരാൾ ഉമറിനെ കാണാൻ വേണ്ടി വന്നതാണ്.
ഉമറിനെ കണ്ടിട്ട് ഉപദേശം തേടാൻ എന്ന് പറഞ്ഞാൽ ഭാര്യനെ ഒന്ന് ഉപദേശിക്കണം. അതാണ് മൂപ്പരുടെ ആവശ്യം. ഭാര്യയുടെ വർത്താനം കേട്ടിട്ട് മൂപ്പർക്ക് തീരെ സഹിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് ആകെപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഉമറിനോടൊന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അദ്ദേഹത്തിന് നേരെ ശകാരങ്ങളും അങ്ങനെ അങ്ങോട്ട് കെട്ടഴിച്ചു വിടുക, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ, ഉമറാണെങ്കിൽ വളരെ ശാന്തതയോടുകൂടി അതൊക്കെ കേട്ടു നിൽക്കുകയാണ്. അങ്ങനെ അയാൾ എന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഒരുക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടിട്ട് അയാളെ ഇങ്ങോട്ട് വിളിച്ചു. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ഒരു പ്രശ്നത്തിനാണ്, പക്ഷെ ആ പ്രശ്നങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കാര്യം പറയണം. അപ്പൊ കാര്യം പറഞ്ഞു, എന്റെ ഭാര്യ ഇങ്ങനെയാണ്, എന്നോട് വല്ലാതെ കയർത്ത് സംസാരിക്കുന്നു, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്, എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ അവളെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ എന്താ മാർഗം എന്ന് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വല്ലാതെ ചീത്ത പറയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളും ത്യാഗങ്ങളും ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശാസന എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ, അതെങ്കിലും ഒന്ന് കേട്ടുകൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അവളോട് നന്ദിയില്ലാത്തവനായി പോവില്ലേ. ഇതൊക്കെ കേട്ടപ്പോഴേക്ക് അയാളുടെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. കാരണം അയാൾക്കും ഇത് മനസ്സിലാക്കാത്തൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ തന്റെ പത്നി തന്റെ നേരെ ഇത്രയധികം കയർക്കുമ്പോഴും ഇത്രയും വലിയ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശാന്തനായിട്ട് അത് കേട്ടു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ പരസ്പരം മനസ്സിലാക്കുക, അങ്ങേയറ്റം അഭിനന്ദിക്കുക, നന്ദി കാണിക്കുക മുതലായിട്ടുള്ള സംഗതികൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. വീണ്ടും പറയുന്ന ഒരു വർത്തമാനം, പേ ലിറ്റിൽ അറ്റൻഷൻസ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ നിങ്ങളുടെ കുടുംബത്തിൽ ശ്രേഷ്ഠൻ ആരാണോ അവനാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ശ്രേഷ്ഠൻ ആരാണോ അവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാനുണ്ടല്ലോ നിങ്ങളിൽ എന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലവനാണ്. കുടുംബത്തിൽ ഏറ്റവും നല്ലവനാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ രൂപപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം ഓർമ്മിച്ചാൽ മതി. ഇത് ജസ്റ്റ് നമ്മൾ പാലിക്കേണ്ടതായ തത്വങ്ങൾ എന്ന നിലക്ക് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്, വേറെ അതിന്റെ ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രപരവും സൗന്ദര്യശാസ്ത്രപരവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതും കൂടി പറഞ്ഞുകൊണ്ട്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ഉപദേശങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഏഴാമതായിട്ട് ഡെയിൽ കാർണഗി ഒരു കാര്യം പറയുന്നുണ്ട്, റീഡ് എ ഗുഡ് ബുക്ക് ഓൺ ദ സെക്സ്വൽ സൈഡ് ഓഫ് മാരേജ്. ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗികമായിട്ടുള്ള വശത്തെ സംബന്ധിച്ചുള്ള നല്ലൊരു പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. നല്ലൊരു പുസ്തകം വായിക്കണം നിർബന്ധമൊന്നുമില്ല, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ലൈംഗികതയെ സംബന്ധിച്ചൊക്കെ വളരെ വിചിത്രവും തെറ്റായതുമായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ സങ്കല്പങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ്, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈംഗിക ദാരിദ്ര്യത്തിനും ലൈംഗികമായ സംതൃപ്തി ഇല്ലായ്മക്കും ഒക്കെ കാരണം എന്നുള്ളതാണ്. അത്തരം ധാരണകളൊക്കെ മാറ്റുകയും ശരിയായ രീതിയിൽ സമീപിക്കേണ്ടതുപോലെ പങ്കാളിയെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ഇത്തരം സംശയങ്ങളുമായിട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ പോലും പ്രവാചകന്റെ അടുത്തും പ്രവാചകന്റെ ഭാര്യമാരുടെ അടുത്തുമായിട്ടൊക്കെ സംശയ നിവാരണത്തിന് വേണ്ടി വന്നിരുന്നതായിട്ട് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു സൈഡ് എന്ന് പറയുന്നത് മോശമാണ്, അത് ആളോട് പറയാൻ കൊള്ളാത്തതാണ് എന്നുള്ള ചിന്തയൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിനില്ല. അപ്പോൾ ഇപ്പറയുന്ന സംഗതികളൊക്കെയും തന്നെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ വളരെ കൃത്യമാകും. ആ ബന്ധങ്ങൾ, അങ്ങനെ വീട്ടിനകത്ത് കൃത്യമാക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തെയും സ്വാധീനിക്കും. അങ്ങനെ നമ്മൾ ഏറ്റവും ഹൈറായിട്ട് ഖിയാറുക്കും ലിനിസാഇഹിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അവരുടെ സ്ത്രീകൾക്ക് ഏറ്റവും ശ്രേഷ്ഠൻ ആരോ അവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിക്കൊണ്ട്, കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠയായിക്കൊണ്ട് ആ ശ്രേഷ്ഠതയുടേതായിട്ടുള്ള പടികൾ ചവിട്ടിക്കയറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും ശരിയായി അവയൊക്കെയും അനുധാവനം ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.